എന്തുകൊണ്ട് എന്തുകൊണ്ട് കേരളത്തിൽ CPM ഇങ്ങനെ എന്താ പറയുക ഉപ്പ് വെച്ച കലം പോലെ ദ്രവിച്ച് പോകുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം ഇന്നത്തെ ദേശാഭിമാനിയാണ്. ഒരു ചിത്രം അല്ലേ, ഒരു മുത്തശ്ശി രാമായണം വായിക്കുന്നതിന്റെ ചിത്രം. ഇവര് മറ്റെല്ലാ മതവിഭാഗങ്ങളുടെയും ഇത്തരം കാര്യങ്ങൾ ഒന്നാം പേര് കൊടുക്കാറുണ്ടല്ലോ. ക്രിസ്മസ് ആണെങ്കിൽ കൊടുക്കാറുണ്ട്, നബിദിനമാണെങ്കിൽ കൊടുക്കാറുണ്ട്, അങ്ങനെ എല്ലാ മതവിഭാഗങ്ങളുടെയും. പക്ഷെ രാമായണം എന്നുള്ളത് ആ മതവിഭാഗങ്ങളുടെ ഒരു ഉത്സവം എന്നതിനേക്കാൾ, ഒരു ആചരണം എന്നതിനേക്കാൾ അങ്ങേപ്പുറത്ത് അല്ലേ. ആരോട് പറയാൻ രാമായണത്തെക്കുറിച്ച് ഒന്നുമില്ല എന്നുള്ളതല്ല. ഈ രാമായണം എന്നത് ഒരു വകക്ക് കൊള്ളാത്ത സാധനമാണ് എന്ന ഒരു ലേഖനം ദേശാഭിമാനി എഡിറ്റോറിയൽ പേജിൽ ഇതാ. അതിന്റെ തലക്കെട്ട് വളരെ സൈദ്ധാന്തികമായ തലക്കെട്ടാണ്. ബൗദ്ധ വൈഷ്ണവ രാമായണങ്ങളിലൂടെ എന്നാ പറയുന്നത്. ബൗദ്ധ വൈഷ്ണവ രാമായണങ്ങളിലൂടെ ഇന്ന് കർക്കിടകം 1. അത് എഴുതിയത് ഡോക്ടർ കെ സുന്ദരേശനാണ്. കെ സുന്ദരേശന്റെ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന് പറയാം, അദ്ദേഹത്തിന് എഴുതാം. അദ്ദേഹം ഈ ആരായിരുന്നു അറിയോ? കേരള കലാമണ്ഡലം മുൻ രജിസ്ട്രാർ ഒക്കെയാണ് ഈ സുന്ദരേശൻ, ഡോക്ടർ കെ സുന്ദരേശൻ. പക്ഷെ ഈ രാമായണ മാസത്തിന്റെ തുടക്ക ദിവസമായ ഇന്ന് കർക്കിടകം 1 രാമായണത്തെ നമ്മൾ പ്രകീർത്തിക്കണ്ട. ഇവര് ദേശാഭിമാനിക്കാര് രാമായണത്തിന്റെ ഗുണവശങ്ങളെ കുറിച്ച് ഒന്നും പ്രകീർത്തിക്കണ്ട. പക്ഷേ അപമാനിക്കരുത്, പരിഹസിക്കരുത്, നിന്ദിക്കരുത്. അതൊക്കെയാണ് ഈ ലേഖനത്തിൽ നിഴലിക്കുന്നത്. നിങ്ങൾക്ക് വേണം പറഞ്ഞു നിൽക്കാം, ഇത് രാമായണത്തിന്റെ എന്താണ് ബൗദ്ധ വൈഷ്ണവ രാമായണങ്ങളെ കുറിച്ചുള്ള ഒരു എസ്സേ ആണ് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. പക്ഷെ ഇതിന്റെ തുടക്കം, ഈ ലേഖനത്തിന്റെ തുടക്കം എങ്ങനെയാണെന്നറിയോ? ഐതിഹ്യങ്ങളുടെ തടവറയിൽ, എന്താണ് ഐതിഹ്യങ്ങളുടെ പെരുമയിൽ നിന്നോ ഐതിഹ്യങ്ങളുടെ അഭിമാനത്തിൽ നിന്നോ ഒന്നല്ല പറയുന്നത്. ഐതിഹ്യങ്ങളുടെ തടവറയിൽ. ഐതിഹ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നത്? തടവറയാണ്. ആ തടവറയിൽ അടയ്ക്കപ്പെട്ട ഒരു ജനത അത് തിരിച്ചറിയുന്നില്ല എന്നതാണ് ഇന്ത്യയുടെ ഇന്നത്തെ സാമൂഹ്യ സ്ഥിതിയായി കണക്കാക്കാവുന്നത്. ഇന്നത്തെ ഇന്ത്യയുടെ സാമൂഹ്യ സ്ഥിതി എന്ന് പറയുന്നത് ജനത ഐതിഹ്യങ്ങളുടെ തടവറയിലാണത്രേ എന്ന് തുടക്കം പറഞ്ഞു വെക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഐതിഹ്യങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തരുത് എന്ന് പറഞ്ഞാൽ രാമായണ മാസത്തിൽ രാമായണം കൈകൊണ്ട് തൊടരുത് എന്നാണ് ദേശാഭിമാനി പറയുന്നത്. രാമായണ മാസത്തിൽ രാമായണം കൈകൊണ്ട് തൊടാൻ പാടില്ല, അത് ഐതിഹ്യമാണ്. ഐതിഹ്യം നിങ്ങൾ എന്ത് ചെയ്യുന്നു? തടവറയിൽ അടയ്ക്കുന്നു. ഇനി രാമൻ ഒരു സാങ്കല്പിക കഥാപാത്രമാണെന്ന നിലയിൽ കാണാൻ കൂട്ടാക്കാത്തവരാണ് നമ്മിലേറെ പേരും. എന്ത് കഷ്ടാണെന്നറിയോ? ഡോക്ടർ കെ സുന്ദരേശന് രാമനെ എന്താ പറയാ, രാമനെ അങ്ങനെ ഒരു ദൈവമായി കണക്കാക്കണ്ട. അദ്ദേഹത്തിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട് അല്ലേ? അദ്ദേഹത്തിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ വകവെച്ച് തരുന്നു. പക്ഷെ അദ്ദേഹം ഇത് ഒരു എന്താ പറയാ, ഇതൊരു പൊതുവൽക്കരിക്കുകയാണ്. ഇതൊരു പൊതുവായ ഒരു സത്യമാണെന്ന് പറയുകയാണ്. അതായത് രാമൻ ഒരു സാങ്കല്പിക കഥാപാത്രമാണ് എന്ന നിലയിൽ കാണാൻ കൂട്ടാക്കാത്തവരാണ്. അപ്പൊ രാമൻ ഒരു സാങ്കല്പിക കഥാപാത്രമാണ് എന്നത് വിശ്വസിക്കാത്തവരാണ്, അങ്ങനെ കാണാൻ കൂട്ടാക്കാത്തവരാണ് നമ്മിലേറെ പേരും എന്ന് ഇദ്ദേഹം തുടക്കത്തിൽ തന്നെ പറയാണ്. എന്ന് പറഞ്ഞാൽ അപ്പൊ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ രാമൻ എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക കഥാപാത്രമാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തെ കോടാനുകോടി ജനങ്ങൾ അല്ലേ, അവരുടെ ഹൃദയമന്ത്രമായി, അവരുടെ എന്താ പറയാ സർവേശ്വരനായി അവർ കാണുന്നത് രാമനെയാണ്, രാമമന്ത്രത്തെയാണ്. അപ്പോഴാണ് പറയുന്നത് ഇതൊരു സാങ്കല്പിക കഥാപാത്രമാണ് എന്ന നിലയിൽ കാണാൻ കൂട്ടാക്കാത്ത കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. എന്നിട്ട് സഹസ്രാബ്ദങ്ങളായി മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെട്ട ഐതിഹ്യ ആഭിമുഖ്യമാണ് അതിന് പ്രധാന കാരണം. എന്താണ്? സഹസ്രാബ്ദങ്ങളായി മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെട്ടതാണ് മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെട്ട ഐതിഹ്യ ആഭിമുഖ്യമാണ് എന്ന് പറഞ്ഞാൽ ഐതിഹ്യങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ഐതിഹ്യങ്ങളെ ജീവിതത്തിൽ പകർത്തുന്ന രീതി ഇവിടെ മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഒരു ബിംബവൽക്കരണമാണ്, അനഭിലഷണീയമായ ഒരു ബിംബവൽക്കരണമാണ് ഇവിടെ നടന്നത് എന്ന രീതിയിലാണ് അദ്ദേഹം ഇതിനെ സമീപിക്കുന്നത് കേട്ടോ. പിന്നെ ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ ഘടനയിൽ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ഉപരിവർഗ അധീശത്വമാണ് നിർണായകം. ഇതൊരു ഉപരിവർഗ അധീശത്വം. എന്റെ മനുഷ്യ, കേരളത്തിൽ രാമായണം വായിക്കുന്നത് ഈ ഉപരിവർഗങ്ങൾ മാത്രമല്ല. ഇത് ഇവരുടെ ഒക്കെ ഒരു രീതിയാണല്ലോ.
അതായത് ഇത് ഇങ്ങനെ ചാതുർവർണ്ണ്യത്തിന്റെ കാലൊക്കെ കഴിഞ്ഞിടോ. എന്ത് ചാതുർവർണ്ണ്യം? കേരളത്തിൽ ഇവിടെ ചാതുർവർണ്ണ്യം? നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണ് ചാതുർവർണ്ണ്യം. എടോ, അതൊക്കെ ഒരു കാലത്ത് ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ നമ്മൾ വഴിമാറി സഞ്ചരിക്കുകയാണ്, നമ്മൾ പുരോഗതിയിലേക്ക് സഞ്ചരിക്കുകയാണ്. അപ്പോഴും നമ്മുടെ മനസ്സിൽ രാമമന്ത്രങ്ങൾ ഉണ്ടാകും. രാമമന്ത്രം എന്ന് പറയുന്നത് പഴയ ചാതുർവർണ്ണ്യത്തിന്റെ സൃഷ്ടി മാത്രമല്ല, അതെല്ലാ കാലത്തും സാർവലൗകികമാണ്. പറഞ്ഞാ മനസ്സിലാകാത്തവരോട് പറയാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബുദ്ധി, അല്ലേ? എന്നിട്ട് പറയുന്നു, യഥാർത്ഥ വിശ്വാസിയിൽ ഒരിക്കലും കാണാൻ കഴിയാത്ത കൊടിയ കൊള്ളയുടെ വാർത്തകളാണ് അയോധ്യയിൽ നിന്ന് പുറത്തു വരുന്നത്. മൂപ്പര് ഇതിന്റെ കൂടെ നല്ല നല്ല സംഭവമാണ്. അയോധ്യയില് തട്ടിപ്പുകൾ നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പത്രത്തിലൂടെ അറിയുന്നുണ്ട്. അപ്പൊ അയോധ്യയിൽ ഇങ്ങനെ ചില ഈ വഴിപാടുമായി ബന്ധപ്പെട്ട ചില തിരിമറികളോ അല്ലെങ്കിൽ അക്കാര്യം അന്വേഷിക്കുന്നുള്ളൂ. കാര്യം അന്വേഷിച്ചു വരുന്നേ ഉള്ളൂ. എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് നമുക്കറിയില്ല. നമ്മുടെ ശബരിമലയിൽ ഇത്തരത്തിലുള്ള വൻ കൊള്ളകളൊക്കെ നടന്ന കാര്യം നമുക്കറിയാം, അല്ലെ? അത് ഏതാണ്ട് അന്വേഷണത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. മറ്റേത് അന്വേഷണം നടന്നു വരുന്നേ ഉള്ളൂ. അപ്പൊ ഇന്ന് രാമായണ മാസമാണ്. അപ്പൊ രാമായണത്തെ കുറിച്ച് പറയുന്നതിന്റെ ഇടയിൽ അയോധ്യയിൽ അവിടെ കൊള്ള നടന്നു. അതുകൊണ്ട് പിന്നെ രാമായണം വേണ്ട. ഞാൻ ഇതിലേക്ക് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാലേ, രാമായണത്തിന്റെ ഈ രാമായണ മാസത്തിൽ നമ്മൾ വെറുതെ എന്തിനാ നെഗറ്റീവ് പറയുന്നത്, അല്ലേ? അപ്പൊ ഏതായാലും എല്ലാ ഹൈന്ദവ ഗ്രഹങ്ങളിലും ഇതിങ്ങനെ വാങ്ങി വെച്ചോളൂ കേട്ടോ. രാമനെ കുറിച്ച് ഒരക്ഷരം പറയാത്ത, രാമായണ പാരായണത്തെ കുറിച്ച് ഒരു ചിത്രം പോലും പ്രസിദ്ധീകരിക്കാൻ സൗകര്യമില്ലാത്ത ഇത് വാങ്ങിച്ച് സായുജ്യമടയണം എല്ലാ ഹൈന്ദവ ജനതയും. ഞാൻ വീണ്ടും ഹൈന്ദവർ എന്ന് പറയുന്നില്ല, അത് ശരിയല്ല. കാരണം രാമായണം എന്ന് പറയുന്നത് ഇവിടെ ഹൈന്ദവരുടെ ഒരു കുത്തകയൊന്നുമല്ല. രാമൻ എന്നൊക്കെ പറയുന്നത് ഇത് നമ്മുടെ സംസ്കൃതിയുടെ ഭാഗമാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി രാമായണ മാസ ആശംസകൾ നേരുകയാണ്. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.